നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് നന്ദുവിനെ കയ്യോടെ പിടികൂടുവാണ് നവ്യയും നയനയും കൂടെ ചേർന്നിട്ട്. നയന പറഞ്ഞു, നിനക്ക് ഇപ്പോഴും അനിയെ ഇഷ്ടമാന്നുള്ള കാര്യം അറിയാം. അനിയുടെ നമ്പറല്ലേ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദുവിന്റെ മുഖം ഒന്ന് താണു. നന്ദുവിന് അവരുടെ ഫേസ് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നയന പറഞ്ഞു, അല്ല, നവീനെ കുറിച്ച് നിനക്ക് നല്ല മതിപ്പായിരുന്നല്ലോ. അത് പിന്നെ ചേച്ചി, നവീനല്ലേ അനിയുടെ ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ വാദിച്ച്. കാരണം എനിക്ക് പോലും സംശയം ഉണ്ടായിരുന്നു അവന് ഡിവോഴ്സ് കിട്ടുമോന്ന്. പക്ഷേങ്കില് നവീനേട്ടന് പല പ്രാവശ്യം അനിയെയും കുടുംബത്തെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. അറിയാലോ, ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ കാര്യത്തിൽ എനിക്ക് നവീനേട്ടനോട് മതിപ്പുണ്ട്. അപ്പം നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമല്ലേ എന്ന് നവ്യ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞോ? കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. അപ്പൊ പിന്നെ നിനക്ക് അനിയെ കല്യാണം കഴിക്കാനുള്ള താല്പര്യം എന്ന് നയന ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇതേ ചേച്ചി, ചേച്ചി ഇനിയിപ്പൊ വേണ്ടാത്തൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയുടെ അടുത്തേക്ക് ചെല്ലരുത്. ദേ അവരെങ്ങാനും ഇത് കേട്ടിട്ടുണ്ട് പിന്നെ തീർന്നു. നവ്യ പറഞ്ഞു, മോളെ നിനക്കറിയാലോ, ആദർശന്റെ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോ ഞാൻ എതിർത്തിട്ട് എന്ത് ചെയ്തു? അബിയെ പോയി പ്രേമിച്ചു. അതുകൊണ്ട് എന്തായി ഇപ്പം? നയനിക്ക് നല്ലൊരു ജീവിതം കിട്ടി. പക്ഷേങ്കില് എൻ്റെ കുഞ്ഞിൻ്റെ എനിക്ക് ഒരു നല്ലൊരു ഭർത്താവ് ഇല്ലാതായി പോയി. എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനില്ലാതായി പോയി. എൻ്റെ തീരുമാനമായിരുന്നു അത്. പക്ഷെ നിന്റെ കാര്യത്തിൽ അത് സംഭവിക്കരുത്. നവീനാണെങ്കിലും അനിയാണെങ്കിലും രണ്ടുപേരും നല്ലവരാ. അതിലേത് വേണമെന്ന് നീ തന്നെ തിരഞ്ഞെടുക്കണം. നാളെ ഒരു സമയത്ത് നീ കരയാനായിട്ട് ഇടവരരുത്. അത് മാത്രമല്ല, നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം നീ ചെയ്യുക. അല്ലാതെ പറയേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് പിന്നീട് പറയാന്ന് കരുതി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണം നന്ദുവിന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് നവ്യ നയനും കൂടെ നേരെ അടുക്കളയിലേക്ക് വന്നു. കനക അടുക്കള തിരക്കിട്ട പണിയിലായിരുന്നു. അങ്ങനെ കനകയോട് നവ്യയും നയനും കൂടെ നന്ദുവിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. നവി പറഞ്ഞു, അല്ലമ്മേ, നവീന്റെ ആലോചന വന്നല്ലോ, അതിന് നവീന് നന്ദുവിന് ഇഷ്ടമാണോന്ന് ചോദിച്ചോ? അതിഷ്ടമാണല്ലോ, അതുകൊണ്ടാണല്ലോ ആലോചന വന്നേ. അല്ല, നന്ദുവിന് ഇഷ്ടമുണ്ടോന്ന്? നന്ദുവിന്റെ ഇഷ്ടം അതെന്താണല്ലോ ഇനിയിപ്പം നോക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണം. നന്ദൂട്ടന് ഇഷ്ടമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ല, നന്ദുവിനോട് ചോദിച്ചോ? എന്തിനു ചോദിക്കണം? ഇനിയിപ്പൊ ചോദിക്കുന്നൊന്നുമില്ല. ദേ നിങ്ങൾ രണ്ട് ചേച്ചിമാരും കൂടെ ചേർന്ന് നിന്നിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളാ നോക്കണ്ടേ. അറിയാലോ, നവീമോനുമായിട്ടുള്ള വിവാഹം ഈ ചിങ്ങത്ത് തന്നെ നടത്തണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിനകത്ത് നിങ്ങൾ എതിരിടാൻ വന്നേക്കരുത്. കാരണം നന്ദുവിന്റെ ഇഷ്ടം നോക്കി പോയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടന്നെന്ന് വരത്തില്ല. അറിയാലോ നവീമോളെ, നിനക്ക് നിന്റെ വിവാഹ ജീവിതം ഇപ്പൊ എങ്ങനെയാന്ന്? നയനമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. പക്ഷെ നിനക്കോ? നീ അവിടെ ചെന്നപ്പം മുതൽ നിന്റെ ഭർത്താവിനോടും അമ്മായിമ്മയോടും എതിരിടാൻ തുടങ്ങിയതാ. അതിപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നന്ദുവിന് അങ്ങനെ ആയിരിക്കരുത്. നന്ദു നവീന്റെ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ മുത്തശ്ശനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. ഈ പത്മമൊക്കെ ആണെങ്കിൽ ശരി, ഞാൻ ഒട്ടും വിചാരിച്ചിരുന്ന കാര്യമില്ല ആലോചനയായിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ആലോചനയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാൽ പോലും മോഹം തിരിച്ചു പോകുന്ന ആളായിരുന്നു. കാരണം എൻ്റെ മോളെ ഞാൻ നല്ല തൻ്റെടിയായിട്ടാണ് വളർത്തിയെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അത്രയൊന്നും പിടുത്തമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവർ ആലോചനയായിട്ട് വന്നിരിക്കുക. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ ചേച്ചിമാരെല്ലാം കൂടി ചേർന്ന് അവളോട് പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഇനി വിവാഹം നടത്താൻ നോക്കണം. എന്നിട്ട് വേണം എനിക്ക് ഗോവിന്ദേട്ടനും സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി ഒന്ന് ഇരിക്കാനായിട്ട്. നവ്യയും നയനയും കൂടെ പരസ്പരം നോക്കുകയാണ്. എങ്ങനെയെങ്കിലും അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ അത് പറയാനായിട്ടൊരു അവസരം കനികയായിട്ടൊട്ട് കൊടുത്തതുമില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാണ്ടിരിക്കണ സമയത്ത് കനക പറഞ്ഞു, എത്ര നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാനിരുന്നിട്ട്. അത് ശരിയാ എന്ന് ഗോവിന്ദൻ പറഞ്ഞു. മുമ്പൊക്കെ എല്ലാരും കൂടെ മക്കളും നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നേ. കനക പറഞ്ഞു, അത് മാത്രമാണോ, രാവിലെ നടക്കാനൊക്കെ പോകുമായിരുന്നു. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നീ പറയാതിരിക്കുന്ന നല്ലത്. കോടീശ്വരന്മാരായ ചെക്കൻ പിള്ളേരെ പെൺകുട്ടികൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ രാവിലെ നീ നടക്കാൻ പോയിക്കൊണ്ടിരുന്നേന്ന് പറഞ്ഞു. ഒന്ന് ഗോവിന്ദേട്ടാ, ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. അതറിയാന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ കനക നന്നായിട്ട് മാറിയെന്ന് പറഞ്ഞു. അതേ മക്കളെ, നമുക്ക് രാവിലെ ഒന്ന് നടക്കാൻ പോയല്ലോ എന്ന് ചോദിച്ചു. പഴയതുപോലെ. അത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയാ, നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അല്ല, നവ്യേച്ചിക്ക് പ്രശ്നം ഉണ്ടാവോ? ആരെങ്കിലും നവ്യേച്ചിയെ കണ്ടിട്ടുണ്ടെങ്കിൽ? അതെ,
ആ അബിയുടെ അമ്മയെ കാണാതിരുന്നാ മതി. പിന്നെ അവരെ കാണുമെന്ന് തോന്നില്ല. 7 മണി കഴിയാതെ എന്താണെങ്കിലും പൊങ്ങി വരത്തില്ല. ആ കാര്യത്തിൽ പേടി വേണ്ട. അപ്പോഴേക്കും കനക ചോദിച്ചു, അല്ല മോളെ അവന്തികയോ? അവളുടെ കാര്യത്തിലാണ്. അവളെ ഞാൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അല്ല, അവ ആ കൊച്ചിന് നല്ല മാറ്റം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് ഹബിയേക്കാളും വലിയ തരികിടിയായിരുന്നു അവന്തിക. വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഈ മാറ്റം. അപ്പൊ അതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നയനയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ മാറ്റം ഒരു കാരണവശാലും അവളിപ്പോ അറിയാൻ പാടില്ലെന്ന്. നന്ദു പറഞ്ഞു, അത് ശരിയാ. മിക്കവാറും അവന്തിക കള്ളത്തരമാണോ കാണിക്കണമെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അല്ല അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുമല്ലേന്ന് ചോദിച്ചു. അത് നടക്കാനൊന്നും പോകുന്നില്ല. അനി പറഞ്ഞു കഴിഞ്ഞല്ലോ അവന്തിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. അത് മാത്രല്ല, അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള നന്ദുവിനെയാണ്. അത് കേട്ടപ്പോ കന പറഞ്ഞു, അതൊന്നും മാത്രം നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാത്ത കാര്യ. നന്ദുവിനും അതിനോട് താല്പര്യമില്ല. അല്ലെങ്കിലും നവീനും നന്ദു നമ്മളുടെ കല്യാണം നടക്കാൻ പോവല്ലേ. നന്ദുവിന്റെ മുഖമൊക്കെ ആകെപ്പാടെ മാറി. ഇനിയിപ്പം നിങ്ങളൊക്കെ ചേർന്നിട്ട് ആ ചെറുക്കന് പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് അതിന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമില്ല. നന്ദൂട്ടന്റെ നവീന്റെയും കല്യാണം എന്താണെങ്കിലും അധികം വൈകാൻ നടക്കും. ഈ ചിങ്ങത്തിൽ തന്നെ നടക്കൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദുവിന്റെ മുഖമൊക്കെ മാറി. നന്ദുവിന് ഭയങ്കര വിഷമമായി പോയി. അപ്പോഴാണ് കന കുറഞ്ഞ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങളുടെ അച്ഛന്റെ പിറന്നാളാണ് മറ്റന്നാള്. അതെങ്ങനെ ശരിയാവും? August 15 അല്ലേ അമ്മേ? അത് ഡേറ്റ് അല്ലേ മോളെ, പക്ഷെ പിറന്ന നാള് വരുന്നത് മറ്റന്നാളാ. എങ്കിൽ അമ്മയ്ക്ക് 2 ദിവസം നേരത്തെ പറയാൻ മേലായിരുന്നോ? എങ്കിൽ ആ ദിവസം അനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വരില്ലായിരുന്നോ എന്ന് നവ്യ ചോദിച്ചു. അത് ഞാൻ വല്ലതും അറിഞ്ഞോ? സാരമില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാല് നായന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് അങ്ങോട്ട് ആഘോഷിച്ചാലോ എന്ന് വെച്ച് കേക്ക് കട്ട് അത് ശരിയാണല്ലോ, നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു കേക്ക് കട്ട് ചെയ്ത് ഗോവിന്ദന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് കുറെ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ആ കുടുംബത്തില് ഇങ്ങനെ ഒരു ആഘോഷം വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശ് ദേവേന്റെ അടുത്തേക്ക് വന്ന് ദേവേണ്ട് പറഞ്ഞു, അവിടെ ചെന്ന് ഇപ്പൊ നയന് ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? ഇത് കണ്ടോ, ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ ഫോട്ടോസ് ഉള്ളാന്ന് പറഞ്ഞു. അതാരേ ബർത്ത്ഡേ? അവിടുത്തെ അച്ഛന്റെ പിറന്നാളാ അടുത്ത ദിവസം. അപ്പൊ ഇന്നേ അവരത് ആഘോഷിച്ചെന്ന് പറഞ്ഞു. കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വന്നു. അങ്ങനെ അവരെയും കാണിക്കുവാണ്. മുത്തശ്ശൻ പറഞ്ഞു, അപ്പൊ ഗോവിന്ദന്റെ പിറന്നാൾ എല്ലാരും കൂടെ ചേർന്ന് ആഘോഷിച്ചല്ലേന്ന് ചോദിച്ചു. അതെ. മുത്തശ്ശൻ പറഞ്ഞു, റിബലായിട്ട് നിന്ന ആള് നവ്യാണ്. നവ്യം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ആ കുടുംബത്തിൽ അങ്ങനെ സന്തോഷം വീണ്ടും എത്തിന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയുടെ വരവ്. ജലജ വന്നിട്ട് ചോദിച്ചു, എന്താ എല്ലാരും കൂടെ നോക്കുന്നേ? ദേവേനി പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല, നിനക്ക് കാണാൻ പാത്തിനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, നിന്റെ മരുമോള് കല്യാണത്തിന് പോയിട്ട് വിളിച്ചോ ജലജയെന്ന് ചോദിച്ചു. അവൾ എന്നെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് ആ പതിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് എന്തായാലും നന്നായി. ദേവേനി പറഞ്ഞു, എന്റെ മരുമോള് 3-4 വട്ടം വിളിച്ചായിരുന്നു പറഞ്ഞു. അത് ജലജിക്ക് ഒട്ടും കൂടെ സൂചിച്ചില്ല. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നവ്യ കല്യാണ സ്ഥലത്ത് പോയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്, അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി സംസാരിക്കുവാന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ അല്ലേ മരുമോള്, പിന്നെ ഇവളുമായിട്ട് ചേരുന്നൊരു ബന്ധമല്ലേ ഇവൾക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ നവ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണം. അപ്പോഴേക്കും ജലജ ഇങ്ങനെ നോക്കി. ജലജയ്ക്കാണെങ്കിൽ നവ്യയെ കുറ്റപ്പെടുത്തി പറയുമ്പോ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ജലജ പറഞ്ഞു, എന്താണെങ്കിലും കല്യാണത്തിന് പോയല്ലോ. അല്ല, ഇന്ന് നയന വരുവോ എന്ന് ചോദിച്ചു. അവളിന്ന് വരത്തില്ല, അവള് നാളെ വരുള്ളായിരിക്കും എന്ന് ദേവേനി പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജലജ പറഞ്ഞു, അല്ല, ഈ വയറും വീർപ്പിച്ചോണ്ട് അയലൂടെയൊക്കെ പോയി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ അവക്ക്? ഈ വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ? ദേവേനി പറഞ്ഞു, അതെ, അവളുടെ സന്തോഷം ഞാൻ നോക്കിയുള്ളൂ. വയറ് വീർത്തെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് പോയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് ദേവേനിയും പറഞ്ഞു. ദേവേനിയും വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോ നവിയെ നയനയും നന്ദും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അപ്പൊ നയനയായിരുന്നു നടുവിൽ കിടന്നേ. നയനയുടെ വയറ് തലോടിക്കൊണ്ട് നന്ദി വെച്ചു, ഇതിനകത്ത് ആൺകുഞ്ഞാവയാണോ പെൺകുഞ്ഞാവയാണോ? അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എനിക്ക് ഒരു ആൺകുഞ്ഞാവയല്ലേ, അതുകൊണ്ട് ഇതൊരു പെണ്ണായെങ്കിൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് നയന പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നന്ദു പറഞ്ഞു, ആദർശേണ്ണ പെൺകുഞ്ഞാവയാണോ ആൺകുഞ്ഞാവയാണോ വേണ്ടതെന്ന് ചോദിച്ചു.
അങ്ങനെയൊന്നും ആദർശേട്ടൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്ന് നയന പറഞ്ഞു. ആദർശേട്ടൻ എന്താണെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ല ആദർശേട്ടൻ വിളിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് ആദർശിന്റെ കോള് വരുന്നത്. അങ്ങനെ നയനെ എടുത്ത് സംസാരിക്കുമ്പോൾ ആദർശ് ചോദിച്ചു, എന്ത് പറ്റി വിളിക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചായിരുന്നല്ലോ. എപ്പോ? വൈകുന്നേരം. അത് വൈകുന്നേരമല്ലേ, ഞാൻ കരുതി ഇപ്പൊ വിളിക്കൂന്ന്. അല്ല നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നാളെ രാവിലെ തന്നെ നീ വരത്തില്ലേ? അത് പിന്നെ രാവിലെ വരില്ലായിരിക്കും ആദർശേട്ടാ, രാവിലെ നടക്കാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയതുപോലെ എല്ലാരും കൂടെ ഒരുമിച്ച്. ആണോ? എങ്കിൽ ശരി, അതിന് ശേഷം വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, "ഉം, അതെ ഞാൻ അന്ന് അങ്ങനെ അബിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ?" ഉം, അത് കേട്ടപ്പോ നയന പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഉം, ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, ചേച്ചിക്ക് ഞങ്ങൾ എല്ലാരും ഇല്ലേന്ന് ചോദിച്ചു. ഉം, എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് നല്ല വിഷമം തോന്നും. ആ അബിയെ പോലെ ഒരു ചേർത്താനാണല്ലോ എന്റെ ജീവിതത്തിലുള്ളതെന്ന് ഓർത്ത് കഴിയുമ്പോ. ശരിക്കും പറഞ്ഞാല് അന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച ആ മോനെയും കൊണ്ട് ഞാൻ അബിയോടൊപ്പം അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ എപ്പോൾ തകർന്നെന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആരും കാണത്തില്ലായിരുന്നു പറഞ്ഞു. നന്ദു പറഞ്ഞു, ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.